ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ എക്സാം സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാംസ് ഒക്കെ എഴുതി വിചാരിക്കുന്നു. അപ്പോൾ അറൗണ്ട് 4 പരീക്ഷകൾ കഴിഞ്ഞു. 2 ദിവസങ്ങളായിട്ട് 4 പരീക്ഷകൾ കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞപ്പോൾ ചില സർപ്രൈസ് സാധനങ്ങൾ കിട്ടാണ്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയെപ്പറ്റി ഏറെക്കുറെ ചില ധാരണകൾ വന്നിട്ടുണ്ടാവും. ചില ആൾക്ക് കൊള്ളാം, നല്ല കോൺഫിഡൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്, എക്സാം എഴുതാൻ കുഴപ്പമില്ല, എനിക്ക് ഇടയ്ക്ക് 2.5 മണിക്കൂർ ഇരുന്ന് എഴുതാൻ വേണ്ടി കഴിയുന്നുണ്ട്, എക്സാംസ് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അടിപൊളിയായി പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചില ആൾക്ക് എങ്ങനെ ചില ആൾക്ക് നോ, ഞാൻ സാർ വിചാരിച്ച രീതിയിലല്ല, ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് നിലവിൽ നിങ്ങളുടെ മോഡൽ എക്സാം എഴുതിയപ്പോൾ നിങ്ങളുടെ അവസ്ഥ, കറക്റ്റ് അവസ്ഥ, വീഡിയോ പോസ്റ്റ് ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവനെങ്കിൽ ടൈം നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എക്സാംസ് എനിക്ക് കോൺഫിഡൻസ് എഴുതാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് പാളിയത്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത്, എങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് എഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ വീഡിയോന് താഴെ നിങ്ങൾ പല കമൻസ് കാണുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനമായിരിക്കും, അവർക്ക് ചില ആളുകൾക്ക് അത് മോട്ടിവേഷൻ ആവും, ചില ആൾക്ക് ചില മാറ്റങ്ങൾ വരുത്താനുള്ള എന്താ പറയുക, ചില ഒരു ഐ ഓപ്പണിംഗ് മൊമെൻറ്റോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വളരെ സീരിയസ് ആയി എക്സാമിൻ്റെ നിങ്ങൾ എഴുതിയതിനെ പറ്റി നിങ്ങളുടെ ഒരു റിവ്യൂ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ ഇതാണ്, മലയാളം കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് നാളെ വരാണ് ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രി അല്ലേ. ഫിസിക്സിൻ്റെയും കെമിസ്ട്രി ബയോളജി ഉണ്ട്, പിന്നെ കെമിസ്ട്രി ഇതാ, ഫിസിക്സും കെമിസ്ട്രി, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒക്കെ ഉണ്ട് കേട്ടോ. നിഹാൽ സാറിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ പരിപാടി, ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ നിഹാൽ സാറെ ക്വസ്റ്റ്യൻ പേപ്പർ തരി, വേണ്ട ആൾക്കാർ ആദ്യം തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കാത്തൊരാക്കാൻ തരൂല. ഓക്കെ, വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റീൽ കാണും, ആ റീലിന് താഴെ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നാളെ നടക്കാൻ വേണ്ടി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കിട്ടും. ഇത് മിസ് ചെയ്യേണ്ട, വർക്കൗട്ട് ചെയ്യുക. പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് മിക്കവാറും നാളെ വരാൻ സാധ്യതയുള്ള ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ, അതായത് പക്ക പുതിയ പാറ്റേൺ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, വർക്കൗട്ട് ചെയ്യുക. ഇതിന് കൂടുതൽ ഞാൻ ഈ വിഷയത്തെപ്പറ്റി ഒന്നും പറഞ്ഞു അറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനെ പറ്റി പറഞ്ഞ നേരെ പോലീസ് പിടിച്ചോണമെന്ന കാലം, അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊന്നും പറയാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന അവർക്ക്, അതുപോലെ തന്നെ എക്സാം സീരീസിൻ്റെ വീഡിയോസ് കുറേ ഉണ്ട്, ഇവിടെ ഐ ബട്ടനെല്ലാം കൊടുക്കുന്ന നമ്മൾ പ്ലേ സ്റ്റൈലിൽ കയറിയാൽ എക്സാം അടിപൊളിയാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളും അവിടെ കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇത് നിങ്ങൾക്ക് വർക്ക് ഇനി നേരെ ഇസ്ലാമിൽ പോലെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റ് കേൾക്കാം. ഇത്രയും ഈ 2 പരീക്ഷ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എക്സാമിനെ പറ്റി ഒരു ധാരണ കിട്ടിക്കാണും അല്ലേ, എവിടെയാണ് പ്രശ്നം, എങ്ങനെയാണ്. കാരണം ലാംഗ്വേജ് എക്സാംസ് ആണ് കഴിഞ്ഞ മൊത്തം. അപ്പോൾ ലാംഗ്വേജിൽ നമ്മൾ എപ്പോഴും A+ പ്രതീക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റ് ലാംഗ്വേജ്, മലയാളം ഫസ്റ്റ് സെക്കൻഡ് 2 A+ ആണ്, ഹിന്ദി ഇംഗ്ലീഷ് എല്ലാ A+ ആണ്. ചില ആളുകൾ സാറേ ഹിന്ദി ഇംഗ്ലീഷും ഭയങ്കര ടഫാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പല കുട്ടികൾക്കും ഹിന്ദിയും ഇംഗ്ലീഷും ടഫാണ്. പക്ഷേ ഇംഗ്ലീഷും ടഫാന്ന് നമുക്ക് ഒരിക്കലും അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. നമുക്ക് ഹിന്ദിയിൽ ഒരുപാട് ഫോർമാറ്റുകൾ പഠിക്കാണ്ട്, ഇംഗ്ലീഷിൽ ഒരുപാട് ഫോർമാറ്റുകൾ പഠിക്കാണ്ട്, ഇതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുറേയൊക്കെ എഴുതാൻ കഴിയും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ A+ പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നിർബന്ധമായി ക്വസ്റ്റ്യൻ ആൻസർ പേപ്പർ ടീച്ചറോട് നിർബന്ധം വാങ്ങണം. ചില സ്കൂളിൽ ചിലപ്പോൾ അത് നോക്കൂല എന്നൊക്കെ ചില പറഞ്ഞേക്കാം. വാട്ട് എവർ ഡീസ്, നിങ്ങൾ ആൻസർ പേപ്പർ നിങ്ങൾ കറക്റ്റ് ടീച്ചേഴ്സിനെ നോക്കി നിങ്ങൾ വാങ്ങണം. എന്നിട്ട് നിങ്ങൾക്ക് എവിടേക്കാണ് പ്രോബ്ലങ്ങൾ പറ്റി, അല്ലെങ്കിൽ എവിടേക്കാണ് നന്നായി എഴുതിയത് കറക്റ്റ് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ക്ലാസ്സിലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുട്ടി ഉണ്ടാവില്ല നിങ്ങളുടെ ഫ്രണ്ട്, അവളുടെ ആൻസർ അല്ലെങ്കിൽ അവൻ്റെ ആൻസർ പേപ്പർ വെച്ച് നിങ്ങളുടെ ആൻസർ പേപ്പർ ഒന്ന് കമ്പയർ ചെയ്യുക. ഏത് രീതിയിലാണ് അവൻ എക്സാം എഴുതിയത്, അവളെ എക്സാം എഴുതി ഏത് രീതിയിലാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറ്റുമെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ അവരുടെ ആൻസർ പേപ്പർ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. കാരണം നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും, അവർ ഏത് രീതിയിലാണ് എഴുതിയെന്നുള്ളൊരു കാര്യം അറിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വരാനിരിക്കുന്ന പരീക്ഷകൾ ഇനിയും നിങ്ങൾ പോസിറ്റീവായി കാണാം. ഒരിക്കലും എന്ത് ചെയ്തു പരീക്ഷ ഉണ്ട് അല്ലെങ്കിൽ ഇനി ഏതായാലും കയ്യിൽ നിന്ന് പോയി അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വേണ്ട. അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ല, നമ്മൾ 1-2 പരീക്ഷ നമ്മളെ കയ്യിൽ നമ്മൾ പോയി അങ്ങനത്തെ ഒരു ചിന്തയെ വേണ്ട. കാരണം നമ്മൾ ഓരോ സബ്ജക്റ്റ് നമുക്ക് എൻറ്റയർ ഡിഫറൻറ്റാണ്. ഫിസിക്സ് ഒരു കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, കെമിസ്ട്രി അവന് ചിലപ്പോൾ മനസ്സിലാവുന്ന ബുദ്ധിമുട്ടാവും, പക്ഷേ സോഷ്യൽ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ പിന്നെ ബയോളജി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പലരും നമ്മളൊക്കെ വ്യത്യസ്ത മനുഷ്യന്മാരാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് തോന്നിയാൽ ഒരിക്കലും എന്ത് ചെയ്യണ്ട, നിങ്ങൾ അതിനെ മാറ്റി നിർത്തുന്ന കാര്യങ്ങളൊന്നും വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം വർക്കൗട്ട് ചെയ്താൽ നാളെ പരീക്ഷാ പേപ്പറിൽ കാണുന്ന ചോദ്യങ്ങൾ കാണും നമുക്ക് എന്തെങ്കിലും ഒരു പുതുമ തോന്നില്ല. പുതുമ തോന്നാത്ത കാര്യം നമുക്ക് എഴുതാൻ എന്ത് ചെയ്യും, നല്ല കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി എക്സാമിന് സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഞാൻ വീണ്ടും നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കുകയാണ്. പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യത്തെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം, അല്ലാതെ നമ്മളെ തൂക്കിവിടെ വെച്ച് എഴുതുന്ന ഒരു സാധനമല്ല പരീക്ഷ. പലപ്പോഴും പരീക്ഷ നാളുകൾക്ക് പേടിയാണ്. എന്താ പേടി, നമ്മളെ കയ്യിൽ ഒന്നുമില്ലാതെ നമ്മൾ പേടിക്കുന്നത്. പരീക്ഷ നമ്മൾ പഠിച്ച കാര്യത്തിൽ നമുക്ക് കൃത്യമായി വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സാധനമാക്കി മാത്രം നിങ്ങൾ പരീക്ഷയെ കാണാം. അല്ലാതെ ആരും അങ്ങനെ തൂക്കിവിടെ വെച്ചിട്ട് എഴുതാ അങ്ങനെ നിങ്ങൾ പരീക്ഷയെ കാണരുത്. അങ്ങനെ കണ്ടാൽ നമ്മൾ
അമ്മേ പരീക്ഷയാണ് പേടിച്ച തോറ്റാ കഴിഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഉള്ളത് മറന്നുകൊള്ളൂ. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനെ കാണാൻ നാളത്തെ പരീക്ഷ ഏറ്റവും കോൺഫിഡൻസ് ഞാൻ എഴുതും എന്നൊരു സാധനം എവിടെ വേണം, ഇവിടെ വേണം. അതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങളുടെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, സോഷ്യലിലൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യും, ആ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട് സാറേ എന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽപ്ലെസ് ആട്ടോ, എനിക്ക് വേറെ തരാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, അത് ലൈക്ക് അടിക്കാനും മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ചും കൂടി വെറൈറ്റി കണ്ടന്റുമായി നാളെയും മറ്റന്നാളൊക്കെ നമ്മൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ആൾ ദി ബെസ്റ്റ്.